ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2385. ഇന്ന് ജൂലൈ മാസം 12-ാം തീയതി, 193-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. എന്താണ് സത്യത്തിൽ ആത്മീയത? ഏറ്റവും ലളിതമായി ഇങ്ങനെ വിശദീകരിക്കാനായേക്കും. ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തെ അതേപടി സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും ഒരാളെ ബലപ്പെടുത്തുന്ന ഘടകമാണ്. അതല്ലാതെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല ആത്മീയത. മനുഷ്യരെ അതേപടി സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്നതും പക്വതയുള്ള ആത്മീയതയുടെ ലക്ഷണമാണ്. നമ്മളും എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്, ഏറ്റക്കുറച്ചിലുകളോടുകൂടി സ്നേഹിക്കുന്നുമുണ്ട്. ആ സ്നേഹത്തിനൊരു ചെറിയ പോരായ്മയുണ്ട്. എന്താണ്? ഉപാധികളോടെയാണ് നമ്മളുടെ സ്നേഹം. വ്യവസ്ഥകളും ഉടമ്പടികളുമൊക്കെ പാലിച്ചാണ് നമ്മൾ സ്നേഹിക്കുന്നത്. സുഹൃത്ത്, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കന്മാര്, സഹോദരങ്ങള് എല്ലാവരെയും അതേപടി ഒന്ന് സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിച്ചിരുന്നെങ്കിൽ കുറെ കൂടി ഒരു അഴകുണ്ടാകുമായിരുന്നു മനുഷ്യബന്ധങ്ങൾക്കകത്ത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, എല്ലാം അതേപടി സ്വീകരിക്കുക എന്നുള്ളത്. പറയുന്നത് പോലെ ഒട്ടും ലളിതമായ കാര്യമല്ല അതിന്റെ പ്രായോഗികമായ വശം. എങ്കിലും ഏതൊരു അനുഭവത്തെയും ഇത്തിരി ധ്യാനപൂർവം സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ആർക്കും ഇത് കഴിയും കേട്ടോ. ദൈവഹിതമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന ഒരാൾക്ക്, അതെ, ഒന്നും കൂടെ ആവർത്തിക്കാം, ദൈവഹിതമനുസരിച്ച് സ്വന്തം ജീവിതം ക്രമപ്പെടുത്തുന്ന ഒരാൾക്ക് ദൈവത്തോട് ഒന്നിനും വേണ്ടിയും ശഠിക്കാനാവില്ല. കുറച്ചും കൂടി അതിരുവിട്ട് പറഞ്ഞാൽ ഒന്നിനും വേണ്ടിയും ആഗ്രഹിക്കാനോ യാചിക്കാനോ കഴിയത്തില്ല. കാരണം എന്താ? ദൈവത്തിന്റെ ഹിതമനുസരിച്ച് എല്ലാം എല്ലായ്പ്പോഴും വന്ന് ഭവിക്കുമല്ലോ. ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഈ ഒരു അനുഗ്രഹം നേടിയെടുത്തു എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ എന്തോ കുറച്ച് ഭാരവും പേടിയുമൊക്കെ തോന്നുന്നുണ്ട്. ദൈവത്തെ എന്തിനാണ് ഇങ്ങനെ നിസ്സഹായനാക്കുന്നത് എന്നൊരു തോന്നലും ഉണ്ടാവുന്നുണ്ട്. ഈ കാസ കഴിയുമെങ്കിൽ മാറ്റിത്തരണമെന്ന് യേശുവിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. എന്നാൽ ആ കാസ ദൈവം തട്ടി മാറ്റിയില്ലെങ്കിലോ? അപ്പോൾ അത് സ്വീകരിക്കാനുള്ള ബലത്തിനു വേണ്ടിയാവണം തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് യേശുവും നമ്മളും തമ്മിൽ വേർപിരിയുന്നത്, വളരെ വലിയ വ്യത്യാസത്തിലേക്ക് എത്തുന്നത്. നമ്മൾ വീണ്ടും അവിടെ ശഠിച്ചുകൊണ്ട്, കലഹിച്ചുകൊണ്ട്, പരിഭവിച്ചുകൊണ്ട് നിൽക്കും. ഇത് മാറ്റിത്താ. യേശു ആവട്ടെ ഇത് മാറ്റിത്തരാൻ പ്രാർത്ഥിച്ചിട്ട്, ഇതല്ല, ഇത് നിലനിൽക്കണം, ഞാൻ ഇത് സഹിക്കണം, വഹിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ ബലപ്പെടുത്താനായിട്ട് അവനവനെ കുറെ കൂടി പാകപ്പെടുത്തിയെടുക്കുന്നു. പ്രാർത്ഥനയോടെ ആമേൻ.